ക്ഷമ ബൈബിൾ ക്വിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യോശുവ അധ്യായം 16 ബൈബിൾ ക്വിസ്. യോസഫിന്റെ മക്കൾക്ക് വിഭാഗിച്ചു കിട്ടിയ അവകാശം എവിടെ തുടങ്ങുന്നു? യെരിഹോവിന്റെ സമീപത്ത് യോർദാനിൽ തുടങ്ങുന്നു. യോസഫിന്റെ അവകാശം യെരിഹോവിന്റെ സമീപത്ത് യോർദാൻ തുടങ്ങി കിഴക്ക് യെരിഹോ വെള്ളത്തിങ്കൽ മരുഭൂമിയിൽ തന്നെ തുടങ്ങി യെരിഹോവിൽ നിന്ന് മലനാട് വഴിയായി എവിടേക്ക് കയറുന്നു? ബേഥേലിലേക്ക് കയറുന്നു. യോസഫിന്റെ മക്കൾക്ക് വിഭാഗിച്ചു കിട്ടിയ അവകാശം യെരിഹോവിൽ നിന്ന് മലനാട് വഴിയായി ബേഥേലിലേക്ക് കയറി ബേഥേലിൽ നിന്ന് എവിടേക്ക് ചെല്ലുന്നു? ലൂസിലേക്ക് ചെല്ലുന്നു. യോസഫിന്റെ മക്കൾക്ക് വിഭാഗിച്ചു കിട്ടിയ അവകാശം ലൂസിൽ നിന്ന് അർക്കരുടെ അതിരായ ഏത് സ്ഥലം കടക്കുന്നു? അതാരോത്ത്. യോസഫിന്റെ മക്കൾക്ക് വിഭാഗിച്ചു കിട്ടിയ അവകാശം അർക്കരുടെ അതിരായ അതാരോത്തിന് കടന്ന് പടിഞ്ഞാറോട്ട് എവിടെയാണ് ചെല്ലുന്നത്? പ്ലേത്യരുടെ അതിരിലേക്ക്. യോസഫിന്റെ മക്കൾക്ക് വിഭാഗിച്ചു കിട്ടിയ അവകാശം ഫ്ലേത്യരുടെ അതിരിലേക്ക് താഴത്തെ ബേത്ത്ഹോരോന്റെ അതിർ വരെ ചെന്ന് ഏത് സ്ഥലം വരെ ഇറങ്ങിച്ചെന്നാണ് സമുദ്രത്തിങ്കൽ അവസാനിക്കുന്നത്? ഗേസർ വരെ ഇറങ്ങിച്ചെന്ന്. യോസഫിന്റെ മക്കൾ ആരെല്ലാമായിരുന്നു? എഫ്രയീം, മനശ്ശെ. എഫ്രൈമിന്റെ മക്കൾക്ക് കുടുംബമായി കിട്ടിയ ദേശത്തിൽ കിഴക്ക് അവരുടെ അവകാശത്തിന്റെ അതിർ ഏതായിരുന്നു? മേലത്തെ ബെത്ത്ഹോരോൻ വരെ അദരോത്ത് അദ്ദാർ ആയിരുന്നു. എഫ്രൈമിന്റെ മക്കൾക്ക് കുടുംബമായി കിട്ടിയ ദേശത്തിന്റെ അതിർത്തി കിഴക്ക് മേലത്തെ ബെത്ത്ഹോരോൻ മുതൽ പടിഞ്ഞാറ് എവിടെ വരെയായിരുന്നു? സമുദ്രം വരെ. യാനോഹയുടെ കിഴക്ക് കടന്ന് എഫ്രൈമിന്റെ അതിർത്തി എവിടേക്ക് ഇറങ്ങുന്നു? അദരോത്തിനും നാരാത്തിനും ഇറങ്ങി. എഫ്രൈമിന്റെ അതിർത്തി കിഴക്ക് കടന്ന് ഏത് സ്ഥലത്താണ് അവസാനിച്ചത്? യോർദാങ്കൽ. മനശ്ശെ മക്കളുടെ അവകാശത്തിന്റെ ഇടയിൽ ആർക്ക് വേർതിരിച്ചു കൊടുത്ത പട്ടണങ്ങളൊക്കെയും അവയുടെ ഗ്രാമങ്ങളും കൂടെ ഉണ്ടായിരുന്നു? എഫ്രൈം മക്കൾക്ക്. എഫ്രൈമർക്ക് ആരെയാണ് നീക്കിക്കളയാൻ കഴിയാതിരുന്നത്? ഗേസരിൽ പാർത്തിരുന്ന കനാന്യരെ. കനാന്യർ ഇന്നുവരെ ആരുടെ ഇടയിൽ ഊഴിയവേല ചെയ്തു പാർത്തു വരുന്നു? എഫ്രൈമ്യരുടെ ഇടയിൽ. കനാന്യർ ഇന്നുവരെ എഫ്രൈമ്യരുടെ ഇടയിൽ എന്ത് ചെയ്തു പാർത്തു വരുന്നു? ഊഴിയവേല. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.